ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ആഴ്ചയിലൊരു ദിവസം നമുക്ക് യൂണിറ്റിനകത്തു നിന്ന് പച്ചക്കറി കിട്ടും. അത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ അത് മേടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഞാൻ വ്യാഴാഴ്ച ദിവസമാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ മേളിലത്തെ ദീദി ഉണ്ടല്ലോ, എന്നെ വന്ന് വിളിക്കും. അപ്പോൾ അവരെന്നെ വന്ന് വിളിച്ചിട്ട് ഞാൻ അവരുമായിട്ട് ഇങ്ങനെ പകുതി വഴിയായപ്പോഴത്തേനും ശ്രീകുട്ടിയുടെ കൂട്ടുകാരിയുടെ ക്വാർട്ടർ ഇവിടെ അടുത്താണ്. അപ്പോൾ ശ്രീകുട്ടിയുടെ കൂട്ടുകാരിയുടെ അമ്മ മേളിൽ നിന്ന് അവരുടെ ക്വാർട്ടർ മേളിലാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ട്. പുള്ളിക്കാരി ഭയങ്കര ആക്റ്റീവാണ്. ഇത് ഞങ്ങളുടെ മേളിലത്തെ ദീദി കേട്ടോ, അത് രാജസ്ഥാൻ ദീദി. ഇതാണ് ശ്രീകുട്ടിയുടെ കൂട്ടുകാരിയുടെ അമ്മ. ഇവർ UP-ക്കാരാണ്. പുള്ളിക്കാരി സബ്ജി മേടിക്കാൻ പോകുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. കൂടെ വരുന്ന ഈ ദീദിക്ക് നാണം. അപ്പോൾ പുള്ളിക്കാരി ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര നാണമാണ്. ഇത് ഞങ്ങൾ താഴോട്ട് പോവുകയാണ്. താഴോട്ട് ഇറങ്ങി വേണം പോകാൻ വേണ്ടിയിട്ട്, ക്വാർട്ടർ മാഷിൽ പോയി പച്ചക്കറി എടുക്കാൻ വേണ്ടിയിട്ട്. താഴോട്ട് പോകുന്ന വഴിയാണ് എൻ്റെ പഴയ ക്വാർട്ടർ, ടൈപ്പ് 1 ക്വാർട്ടർ. പൊതുവേ നല്ല തണുപ്പുള്ള ടൈമാണെങ്കിൽ പോലും വെയിലുണ്ട്. എങ്കിൽ പോലും ആ വെയിലിനൊട്ടും തന്നെ ചൂടില്ല. ഇവിടെ തന്നെയാണ് എൻ്റെ ഇതായി കാണുന്നതാണ് എൻ്റെ പഴയ ക്വാർട്ടർ. അതും കഴിഞ്ഞു ആ ക്വാർട്ടർ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു നൊസ്റ്റുമാണ്. അതും കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ചേച്ചിമാരെല്ലാവരും കഥ പറയാനിരിക്കുക. ഒരാൾ സാരിയൊക്കെ ഉടുത്ത് നല്ല സെറ്റായിട്ടൊക്കെ നിൽക്കുന്നു. പുള്ളിക്കാരിക്കുന്നത് വ്രതമാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്വാർട്ടർ മാഷിലോട്ട് പോകണം പച്ചക്കറി എടുക്കാൻ. ഇവിടെ ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കമാണ്. ഇവിടുന്ന് പെതുക്കെ നടന്ന് വേണം പോകാൻ. ഒരു സൈഡിലാണെങ്കിൽ നല്ല രീതിയിൽ കാടാണ്, ഒരു സൈഡ് ഞങ്ങളുടെ ക്വാർട്ടറിൻ്റെ ബാക്ക് സൈഡും കാടാണ്. ഇവിടെ താഴോട്ട് ഇവിടെ നിന്നാണ് രാത്രി കരടി കയറി വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അവിടെ മുള്ളുവേലിയിലൊക്കെ കരടിയുടെ പൂടയുണ്ട്. കയറി വരുമ്പോൾ അതിലൊക്കെ ഉടക്കുന്നതാണ്. അങ്ങനെ 2 ദീദിമാരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് പെതുക്കെ വരികയാണ്. അപ്പോൾ നേരത്തെ ഒരു 11:30 ആകുമ്പോഴത്തേന് പച്ചക്കറി കൊടുക്കാൻ തുടങ്ങും. ഒരുമാതിരി ലേഡീസൊക്കെ നേരത്തെ പോയി എടുത്തു. അപ്പോൾ ഞങ്ങൾ മേളിൽ നിന്ന് ഇച്ചിരി വരണോണ്ട് ലേറ്റായിപ്പോയി. ഞങ്ങൾ 12:30 വന്നപ്പോൾ ഞാനാണേ അരി അടുപ്പയിലിട്ടു. സാമ്പാറിൻ്റെത് കുക്കറിൽ അടുപ്പിൽ വെച്ചിട്ടുമാണ് ഇറങ്ങിയത്. ഈ പുള്ളിക്കാരിയെ കണ്ടോ, ഇവരിവിടുത്തെ ജോലിക്കാരിയാണ്. അതായത് 4-5 ക്വാർട്ടറിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ട് ഒരേ സമയം. അപ്പം ആ 5 ക്വാർട്ടറിലെയും പച്ചക്കറി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവർ. അപ്പം മറ്റേ ശ്രീകുട്ടിയുടെ കൂട്ടുകാരുടെ അമ്മ പുള്ളിക്കാരിയെ പറ്റി ഓരോന്നൊക്കെ സ്ട്രോങ് ലേഡിയാന്നൊക്കെ പറയുകയാണ്. പക്ഷെ അവർക്ക് വയ്യ കേട്ടോ. ഇതാണ് ക്വാർട്ടർമാർ സ്റ്റോറിനകം. ഇവിടെ എല്ലാവരും വന്ന് പച്ചക്കറി എടുത്തുകൊണ്ട് പോയത് ഇതുപോലെ ഓരോ ബാസ്ക്കറ്റിലായിട്ടാണ് വെക്കുന്നത്. ഫ്രൂട്ട്സും കാണും, പച്ചക്കറിയും കാണും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പം നേരത്തെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ബാക്കി ഇത്രയേ ഉള്ളായിരുന്നു ബാലൻസ്. ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും കാണും, പിന്നെ തക്കാളി കിഴങ്ങും ഒക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയത്. ഇത് അവരുടെയും. ഞങ്ങളങ്ങനെ തിരിച്ച് ക്വാർട്ടറിലോട്ട് ഇതെല്ലാം വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി, കാരണം വേറൊന്നുമല്ല, എൻ്റെ ചോറ് ഏത് പരുവായെന്നോട് അറിയാൻ വയ്യ. അവരവിടെ നിന്ന് പുല്ലും ചപ്പും ഒക്കെ പറിച്ച് അതിനെപ്പറ്റി കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയോ ഇല പറിച്ചിട്ട് എന്തോ സബ്ജിയാണോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനതൊക്കെ കേട്ടിട്ട് എൻ്റെ അരി എടുപ്പേ കിടക്കുമല്ലേ, ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. അങ്ങനെ എൻ്റെ ക്വാർട്ടറിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല വെയിലുണ്ട്. പക്ഷേങ്കിൽ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ വെയിൽ, ഒരു സൈഡിൽ വെയിലില്ല. എൻ്റെ ക്വാർട്ടറിൻ്റെ കിഴക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കരഞ്ഞു മൂങ്ങി കിടക്കുന്നൊരു സൈഡ്, പടിഞ്ഞാറ് സൈഡിൽ നല്ല വെയിൽ. അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ കാഞ്ചൻജംഗ കണ്ടോ, നമ്മുടെ ലോകത്തിലെ തന്നെ 3ാമത്തെ ഉയരം കൂടിയ മൗണ്ടെയിനാണത്. രാവിലെ എഴുന്നേറ്റ് കാണുന്ന ഫസ്റ്റ് വ്യൂ അതാണ് കേട്ടോ. അപ്പം അതൊക്കെ അവിടെ ഐസൊക്കെ ഇങ്ങനെ ഉരുകി വരുന്നതേ ഉള്ളൂ വെയിലായത് കാരണം. അങ്ങനെ അവരൊക്കെ സബ്ജിയൊക്കെ മേടിച്ചുകൊണ്ട് പോയി. ഞാനും അവരോട് ബൈ ഒക്കെ പറഞ്ഞു. ഞാനും അകത്തോട്ട് കയറുകയാണ്. അകത്ത് തുറന്നു കയറിയപ്പോൾ എനിക്ക് കിട്ടിയ സബ്ജി വേണ്ട കണ്ടോ, ഇത്രയാണ്. പഴം കണ്ടു. ഈ പഴം 2 ആഴ്ചയായാലും പഴുക്കത്തില്ല. പിന്നെ ക്യാരറ്റും കുറച്ച് കിഴങ്ങ്, തക്കാളി, പയർ, ഇത്രയൊക്കെ ഉള്ളൂ.